എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് യൂറിക് ആസിഡ് എന്ന വിഷയത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ചെറുപ്പക്കാർ മുതൽ മുതിർന്നവർക്ക് വരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഷയമാണ്. എല്ലാവരും, ഒരുവിധം ആളുകളെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു. അത് മുഖാന്തരം ഉണ്ടാകുന്ന ജോയിൻറ്റ്സ് പെയിനും ഇൻഫ്ലമേഷനുമായിട്ട് ആളുകൾക്ക് ജോലി ചെയ്യാനും നടക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. സ്ഥിരം മരുന്ന് കഴിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകളുണ്ട്. നമ്മളപ്പം ഓർക്കേണ്ട ഒരു കാര്യം, ഈ യൂറിക് ആസിഡ് കൊണ്ട് മരുന്ന് കഴിച്ച് മുമ്പോട്ട് പോകുക എന്നല്ലാതെ അതിൽ നിന്ന് ആർക്കും ഒരു മോചനം ലഭിക്കുന്നില്ല, ഇതിനൊരു ശാശ്വത പരിഹാരം ലഭിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്തുകൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ യൂറിക് ആസിഡ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്കതിനൊരു പരിഹാരം കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമുക്കതിനുള്ള സൊല്യൂഷൻ കാണാനായിട്ട് സാധിക്കും. ഇന്ന് പലപ്പോഴും കഴിയാതെ പോകുന്നത് അതാണ്. നമ്മളെല്ലാവരും മരുന്നിൻ്റെ പിന്നാലെ പോകുന്നു, മരുന്ന് കഴിക്കുന്നു. പക്ഷേ എൻ്റെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് യൂറിക് ആസിഡ് അമിതമായി ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മളാരും ശ്രദ്ധിക്കാറില്ല. വാസ്തവത്തിൽ ഇത് നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെ ഇംബാലൻസ് ആണ്. നമ്മുടെ ശരീരത്തിൽ ധാരാളം ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, അതിലൊന്നാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആയുർവേദത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആയുർവേദത്തിൽ പണ്ടേ ഉള്ളതാണ്. വാതരക്തം എന്ന് പറയുന്ന കണ്ടീഷനാണിത്. നമ്മുടെ രക്തം അസിഡിക്കാവുന്നു, അല്ലെങ്കിൽ രക്തത്തിൽ വാദം അമിതമായിട്ട് വരുന്ന അവസ്ഥയാണ് വാതരക്തം അല്ലെങ്കിൽ യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റിനെ ബാലൻസ് ചെയ്യുന്നത് ചില ഘടകങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് മലം, മൂത്രം, വിയർപ്പ്, ഈ 3 സംഗതിയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് മോഷൻ കൃത്യമായിട്ട് പോയില്ല എങ്കിൽ നമുക്ക് വലിയ പ്രയാസമാണ്. നമ്മൾ എന്ത് ചെയ്യും? മെഡിസിൻ എടുക്കും, ഡോക്ടറെ കാണിക്കും, എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അത് കൃത്യമായിട്ട് നമ്മൾ അതിനെ റിമൂവ് ചെയ്യും, കളയും, ശരീരത്തിൽ നിന്ന് ഔട്ടാക്കും. യൂറിൻ ആണെങ്കിലും അതുപോലെ തന്നെയാണ്. ഒരു ദിവസം യൂറിൻ പുറത്ത് പോയില്ല എങ്കിൽ നമുക്ക് വലിയ പ്രയാസമാണ്. നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറെ കണ്ടിട്ടാണെങ്കിലും ട്യൂബ് ഇട്ടിട്ടാണെങ്കിലും എന്ത് ചെയ്യും? മൂത്രം പുറത്തേക്ക് കളയും. നേരെ മറിച്ച് നമ്മൾ വിയർത്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് പുറത്ത് പോകേണ്ട ഒന്ന് തന്നെയാണ് വിയർപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ന് വിയർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് മൂത്രത്തിൽ കൂടെയും മലത്തിലൂടെയും പൊക്കോളും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. കാരണം അങ്ങനെയൊരു സിസ്റ്റം ഉണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റം വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പം വിയർപ്പിലൂടെ പോകേണ്ടത് വിയർപ്പിലൂടെ തന്നെ പോകത്തുള്ളൂ. അത് മൂത്രത്തിലൂടെയും മലത്തിലൂടെയും പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ നിത്യം പുറത്തേക്ക് പോകേണ്ട ഒരു സാധനമാണ് മലം, മൂത്രം, വിയർപ്പ്. ഇനി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മൾ ഒരു ദിവസം വിയർത്തില്ല എന്നിരിക്കട്ടെ. വിയർത്തില്ല എങ്കിൽ ആ വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ, ആ വിയർപ്പിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽ നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യും. നമ്മുടെ ലിവറും കിഡ്നിയും കിടന്ന് സ്ട്രഗിൾ ചെയ്യും ഇതിനെ ഒന്ന് പുറത്ത് കളയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർക്ക് സാധിക്കില്ല. അവർക്ക് സാധിക്കാതെ അവർ കിടന്ന് ഓവർ സ്ട്രെയിൻ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ബ്ലഡ് അസിഡിക് ആവുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അതാണ്. അപ്പം ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ യൂറിക് ആസിഡ് ബാലൻസ് ആവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ വിയർപ്പ് പ്രോപ്പറാകണം. ഇനി നമ്മൾ യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഒരു 95% ആളുകളും വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ ഓഫീസ് ജോലി ചെയ്യുന്നവരിലാണ് ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്ന സംഗതി കാണുന്നത്. ഇത്രയും കോമൺ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ടും ആളുകൾ അത് ചിന്തിക്കാതെയാണ് മരുന്നിൻ്റെ പിന്നാലെ പോകുന്നത്. വാസ്തവത്തിൽ ഈ സംഗതി, യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സംഗതി മരുന്ന് കഴിക്കേണ്ട ഒരു രോഗമേ അല്ല. ഇത് മരുന്ന് കഴിച്ച് മാനേജ് ചെയ്യേണ്ട സംഗതി അല്ല. ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രോപ്പറായിട്ട്
എലിമിനേറ്റ് ചെയ്ത് പോകേണ്ട വേസ്റ്റ് മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോയാൽ ക്ലിയർ ആവുന്നൊരു സംഗതിയാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ഞാനീ പറയുന്നത് 95% ഒരു 5% ഡ്രഗ് ഇൻഡ്യൂസ്ഡുമാകാം. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം ആളുകൾ അൺവാണ്ടഡ് ആയിട്ടും മറ്റനേക രീതിയിൽ ഒരുപാട് മെഡിസിൻ എടുക്കുന്നുണ്ട്, കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ അസിഡിക് ആകാം, അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വന്നേക്കാം. അപ്പം ഞാൻ പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു 95% ആളുകളെ എടുത്തു നോക്കിയാലും ഫുള്ളി എയർ കണ്ടീഷനിലിരിക്കുകയും ആക്ടിവിറ്റീസ് ഇല്ലാതെ, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ ഇരിക്കുന്ന ആളുകളിലാണ് മെജോറിറ്റി യൂറിക് ആസിഡ് കാണുന്നത്. ഇനി ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, നമ്മളിതിന് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ പറയും റെഡ് മീറ്റ് കഴിക്കരുത്, പ്യൂരിൻ കണ്ടൻറ്റുള്ള സാധനം കഴിക്കരുത്, ഇങ്ങനെ ഒരുപാട് ഡയറ്റ് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്ന് പറയും. വാസ്തവത്തിൽ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ, റെഡ് മീറ്റ് ആണോ ഇതിൻ്റെ പ്രശ്നക്കാരൻ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഇത്രയും വിദ്യാസമ്പന്നരായ നമ്മുടെ ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ റെഡ് മീറ്റ് കഴിച്ചതുകൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ യൂറിക് ആസിഡ് ഹൈ ആയതെന്നാണ്. എല്ലാവരും ബ്ലെയിം ചെയ്യുന്നത് റെഡ് മീറ്റിനെയാണ്, ബീഫ് എന്ന് പറയുന്ന റെഡ് മീറ്റിനെയാണ്. പക്ഷേ പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു സാധനം തെറ്റാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധനം നമ്മുടെ ശരീരത്തിന് കേടുണ്ടാക്കുന്ന ഒരു സാധനമാണെങ്കിൽ അത് എന്നെ മാത്രമല്ലല്ലോ കേടുണ്ടാക്കുന്നത്, എല്ലാ മനുഷ്യനെയും അത് എഫക്റ്റ് ചെയ്യില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരൻസ്, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളെല്ലാവരും കുടുംബമായിട്ട് നിങ്ങൾ റെഡ് മീറ്റ് മേടിച്ച് കഴിക്കുമ്പം ആ റെഡ് മീറ്റ് ആണ് പ്രശ്നക്കാരണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ടാകണം. നേരെ മറിച്ച് അങ്ങനെ കാണാറില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്കായിരിക്കും യൂറിക് ആസിഡ് ഹൈ ആവുന്നത്. അപ്പം റെഡ് മീറ്റ് ആണ് പ്രശ്നമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കഴിച്ച എല്ലാവർക്കും ആ പ്രോബ്ലം ഉണ്ടാവണം. പക്ഷേ അത് കാണാറില്ല. നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമേ ഈ പ്രശ്നം കാണുന്നുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് റെഡ് മീറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും പറ്റില്ല. അത് നിങ്ങളുടെ ശരീരം ശരിയല്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. നിങ്ങളുടെ ശരീരം ശരിയല്ലാത്തത് കൊണ്ട് നിങ്ങൾ റെഡ് മീറ്റ് കഴിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തായി? നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടി. റെഡ് മീറ്റ് കഴിക്കുമ്പോൾ യൂറിക് ആസിഡ് കൂടും എന്ന് പറയുന്നത് ആ ഒരു വേർഡ് കറക്റ്റാണ്, അത് തെറ്റല്ല. പക്ഷേ റെഡ് മീറ്റ് അല്ല അത് അവിടുത്തെ പ്രശ്നക്കാരൻ. നിങ്ങളുടെ ശരീരം ശരിയല്ലാത്തത് കൊണ്ട് നിങ്ങൾ റെഡ് മീറ്റ് കഴിച്ചപ്പോൾ നിങ്ങളുടെ ബ്ലഡിൽ യൂറിക് ആസിഡ് ഹൈ ആയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വന്തം കേട് മറച്ചു വെച്ച് നമ്മൾ റെഡ് മീറ്റിനെ കുറ്റം പറയാനായിട്ട് നടക്കണ്ട. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ ശരീരം സ്ട്രെയിറ്റ് ആയാൽ, കറക്റ്റ് ആയാൽ നമുക്ക് റെഡ് മീറ്റും കഴിക്കാം, എല്ലാം കഴിക്കാം, നിങ്ങളുടെ യൂറിക് ആസിഡ് കൂടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, പ്രോപ്പറായിട്ട് നമ്മുടെ വിയർപ്പ് കറക്റ്റായിട്ട് എലിമിനേറ്റ് ചെയ്ത് പുറത്ത് പോകണം. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രോലൈറ്റിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കണം. അപ്പം ഈ 2 കാര്യമാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. യൂറിക് ആസിഡിൻ്റെ വിഷയത്തിൽ നമ്മൾ 2 കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ഒന്ന്, നിങ്ങൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കണം. ഈ വെള്ളം കുടിക്കുന്നത് പലർക്കും അറിവില്ലായ്മയാണ്. നമ്മൾ എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്? അവനവൻ്റെ ബോഡി വെയ്റ്റിന് 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള ശരാശരി കണക്കിന് നമ്മൾ വെള്ളം കുടിക്കണം. ഉദാഹരണം, 75 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ 3 ലിറ്റർ ശരാശരി വെള്ളം കുടിച്ചിരിക്കണം ഒരു ദിവസം. ഈ നിലയിൽ നിങ്ങൾ വെള്ളം കുടിക്കുകയും പ്രോപ്പറായിട്ട് നിങ്ങൾ വിയർക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂറിക് ആസിഡ് എന്ന് പറയുന്ന സംഗതി ഒരു സ്വപ്നം മാത്രമായി മാറും. നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ വരത്തില്ല. അപ്പം ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് അനേകർ മെഡിസിൻ്റെ പിന്നാലെ പോയി നിത്യം മരുന്ന് കഴിച്ച് എന്നിട്ടും വേദനയുമായിട്ട് മുമ്പോട്ട് പോകുന്ന ധാരാളം പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. താങ്ക് യു.